പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, അങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടിയിരിക്കുന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ അവിടുത്തെ വലിയ കൃപയാലും അനുഗ്രഹത്താലും നിറച്ചനുഗ്രഹിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ പ്രിയപ്പെട്ട മകളായ വിശുദ്ധ മോണിക്ക പുണ്യവതിയിലൂടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയൊരു മധ്യസ്ഥം, ഒരു മാതൃക അങ്ങ് ഞങ്ങൾക്ക് നൽകി. ആ മാതൃക പിൻചെന്നുകൊണ്ട് ഇതാ 1 വർഷമായിട്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വലിയൊരു കൂട്ടായ്മയാണല്ലോ കർത്താവെ അങ്ങ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഈ വലിയ കൂട്ടായ്മയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കണ്ണുനീരിന്റെ മകനെ നശിച്ചു പോകാതെ കാത്തു സംരക്ഷിച്ച് അഗസ്തീനോസിനെ വിശുദ്ധനാക്കി മാറ്റിയ സർവാധിപനും സർവശക്തനുമായ കർത്താവെ, അനേക മാതാപിതാക്കളുടെ കണ്ണുനീരും നൊമ്പരങ്ങളും വിലാപങ്ങളും സ്വീകരിച്ച് ഞങ്ങളെല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഈ വലിയ കൂട്ടായ്മയിലുള്ള എല്ലാ പ്രിയപ്പെട്ടവരുടെയും കണ്ണുനീരും നൊമ്പരങ്ങളും വിലാപങ്ങളും സങ്കടങ്ങളും നിരാശയും എല്ലാ തകർച്ചകളും സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇടപെടണമേ, ശക്തി പ്രകടമാക്കണമേ. മോണിക്ക പുണ്യവതി വിശുദ്ധയായതുപോലെ, അഗസ്തീനോസ് വിശുദ്ധനായതുപോലെ കർത്താവെ, പെട്യൂഷ്യസ് മോണിക്ക പുണ്യവതിയുടെ ഭർത്താവ് മാനസാന്തരപ്പെട്ട് മാമോയിസ സ്വീകരിച്ച് അനുഗ്രഹിക്കപ്പെട്ടതുപോലെ ഞങ്ങളുടെ കുടുംബത്തിലും അത്ഭുതങ്ങളും മാനസാന്തരങ്ങളും വലിയ തിരിച്ചവരവും സംഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാളെ നമ്മളെ വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഒപ്പം നമ്മുടെ 1 വർഷത്തെ പ്രാർത്ഥന ഇതാ പൂർത്തീകരിക്കപ്പെടുകയാണ്. വീണ്ടും നമ്മൾ അവസാനിപ്പിക്കുന്നില്ല. നിരന്തരമായ പ്രാർത്ഥനയിലൂടെ നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കണം, പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞില്ലേ, മോണിക്ക പുണ്യവതിയുടെ വലിയൊരു മാതൃക നമുക്ക് പിൻചെല്ലാൻ സാധിക്കണം. എഴുന്നേറ്റിപ്പോയ അഗസ്തീനോസ്, ഒത്തിരിയേറെ പാപത്തിൽപ്പെട്ട് ജീവിക്കുന്ന വിജാതീയനായ ഈ ഭർത്താവ് പെട്യൂഷ്യസ്, ഇവിടെയൊക്കെ മാനസാന്തരത്തിനു വേണ്ടി കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് വർഷങ്ങൾ, 1 അല്ല 2 അല്ല 10 അല്ല 15 അല്ല 17 അല്ല 19 20 വർഷക്കാലം ഈ 2 പേർക്കും വേണ്ടി നിരന്തരം പ്രാർത്ഥിച്ചു. ഇവിടെ നമ്മൾ സ്വീകരിക്കേണ്ട വലിയ മാതൃകയാണ് മോണിക്ക പുണ്യവതിയുടെ സ്ഥിരത, വിശ്വസ്തത, പ്രാർത്ഥനയോടുള്ള ആഴപ്പെട്ട ഉറപ്പിച്ച ആ ഒരു സമർപ്പണം, പ്രത്യാശ, വിശ്വാസം, ശരണം, ഇതെല്ലാം കൂടി നിറഞ്ഞു നിന്ന ഒരു വലിയ സാന്നിധ്യമാണ് വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥ സാന്നിധ്യം. അതുകൊണ്ട് തന്നെ ദൈവം ആ പുണ്യവതിയെ അനുഗ്രഹിച്ച് വലിയ വിശുദ്ധിയാക്കി മാറ്റി. ഞാൻ പറയും, ഈ വലിയ പ്രാർത്ഥന ആ കുടുംബത്തെ മാറ്റിയത് വർഷങ്ങളെടുത്തു, വിശുദ്ധരാക്കി മാറ്റി. സഭയുടെ വലിയ ഡോക്ടർ, ഒത്തിരിയേറെ തത്വസംഹിതകളും ഒത്തിരി ദൈവശാസ്ത്രത്തിന്റെ ആഴമായ മേഖലകളും കർത്താവിന് വേണ്ടി വലിയ അഭിഷേകത്തോടെ വാർത്തെടുത്ത ഒരു വലിയ വിശുദ്ധനാക്കി അഗസ്തീനോസ് പുണ്യവാളെ മാറ്റിയത് ഈ മോണിക്ക പുണ്യവതിയുടെ നിരന്തരമായ ശക്തമായ ഉറപ്പുള്ള വിശ്വസ്തതയുള്ള പ്രാർത്ഥനയാണ്. ഞാൻ പറയും മക്കളെ, ഒരു സഹനവും ഒരു കഷ്ടപ്പാടും ഒരു തകർച്ചയും അതിൽ തന്നെ നാശമല്ല. ഇതൊക്കെ ഒരു പാഠമാണ്, ഇതൊക്കെ ഒരു ചവിട്ടുപടിയാണ്. എന്തിനുള്ളത്? ദൈവത്തിലേക്ക് അടുക്കാൻ, ദൈവത്തെ വിളിച്ചിടപ്പെടുത്തിക്കാൻ, ദൈവത്തിന്റെ കൃപ സ്വീകരിക്കാൻ. സഹനം എവിടെയുണ്ടോ, കഷ്ടപ്പാട് എവിടെയുണ്ടോ, സഹനങ്ങളും നൊമ്പരങ്ങളും വിലാപങ്ങളും കണ്ണുനീരും എവിടെ വീഴുന്നുണ്ടോ, അത് എവിടെയും വീണാ പോരാ. കർത്താവിന് മുമ്പില്, പ്രാർത്ഥനയില്, വിശ്വസ്തതയില്, വിശ്വാസത്തോടുള്ള സമർപ്പണത്തില് ഉയർന്നാൽ, വീണാൽ, എന്റെ പ്രിയപ്പെട്ട മക്കളെ, അതിന്റെ ഫലം ഈ വിശുദ്ധിയാണ്. ഈ സ്വർഗത്തിന്റെ വലിയ ഇടപെടലാണ്. വിശുദ്ധരായ മക്കളായി മാറുകയാണ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാൻ പോകുന്നത് മോണിക്ക പുണ്യവതിയുടെ ഈ വിശ്വസ്തത, ഈ മധ്യസ്ഥത, ഈ മാതൃക, ഈ സമർപ്പണം, ഈ വിശ്വാസം നമുക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഒരിക്കൽ പോലും മോണിക്ക പുണ്യവതി പെറുപെറുത്ത് എണ്ണിപ്പിറക്കി നിരാശപ്പെട്ട് സങ്കടപ്പെട്ട് പരാതിപ്പെട്ട് പ്രാർത്ഥിച്ചിട്ടില്ല. ഞാൻ ഈ ദിവസങ്ങളൊക്കെ ഒത്തിരിയേറെ പേര് പറഞ്ഞു, അച്ഛാ, വർഷങ്ങളായി, മാസങ്ങളായി ഇത് തുടങ്ങി അന്നു മുതൽ ഞാൻ പങ്കെടുക്കുന്നുണ്ട്, ഒരു മാറ്റമില്ലല്ലോ. പ്രിയപ്പെട്ട മക്കൾ, ഞാനും ചില മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിൽ വലിയ മാറ്റമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല.
പക്ഷെ ഒരു ദിവസം പോലും പ്രാർത്ഥന മുടക്കാറില്ല. കാരണം ഉറപ്പാണ്, കർത്താവ് ഇന്നലെ പറഞ്ഞില്ലേ, വിലപിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ആശ്വസിപ്പിക്കപ്പെടും. മോണിക്ക പുണ്യവതി ആശ്വസിപ്പിക്കപ്പെട്ടത് കുറെ വർഷങ്ങൾ കഴിഞ്ഞിട്ടാണ്. എല്ലാം പൂർത്തിയായി കഴിഞ്ഞതിന് ശേഷം അധിക നാള് ഈ ആശ്വാസത്തില് മോണിക്ക പുണ്യവതി ഈ ഭൂമിയിൽ ജീവിച്ചിട്ടില്ല. പക്ഷെ ആശ്വാസത്തിന്റെ കരുത്ത്, ആത്മീയ കരുത്ത് ഈ മോണിക്ക പുണ്യവതിയെ ബലപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് സ്ഥിരോത്സാഹത്തോടെ സഹനങ്ങളും വേദനകളും നൊമ്പരങ്ങളും കഷ്ടപ്പാടുകളും വിലാപങ്ങളും കണ്ണുനീരും കർത്താവിനെ കുറിച്ച് ചുവട്ടി സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ സാധിച്ചു. അതിന് പ്രിയപ്പെട്ട മക്കളെ, നിരാശപ്പെടാതെ സങ്കടപ്പെടാതെ മുന്നോട്ട് പോകണം. പിന്നെ ഒരു കാര്യം കൂടി മനസ്സിലാക്കുക, നമ്മുടെ ജീവിതം ഇവിടത്തേക്ക് വേണ്ടിയല്ല, നിത്യത സ്വർഗത്തിന്റെ ഒരു അടിസ്ഥാനത്തില് ലക്ഷ്യമിട്ട് ജീവിക്കണം. ഈ പ്രാർത്ഥനയ്ക്കൊക്കെ ഒരു ഫലമുണ്ടാവുന്നത്, നിരാശപ്പെടാതെ പ്രാർത്ഥിച്ച് നിലനിൽക്കാൻ സഹായിക്കുന്നത് നിത്യതയുടെ സ്വർഗ ജീവിതത്തിന്റെ ഒരു അടിസ്ഥാനം നമുക്ക് വേണം. സ്വർഗത്തിൽ പോകണം. അതുകൊണ്ട് അഗസ്തീനോസ് പുണ്യവാളന്റെയും ഈ പെട്രീഷ്യസിന്റെയും ആത്മാക്കൾ നശിച്ചു പോകാതെ രക്ഷ പ്രാപിക്കാൻ വേണ്ടിയാണ് മോണിക്ക പുണ്യവതി ശക്തമായിട്ട് പ്രാർത്ഥിച്ചത്. എന്നൊരു തെറ്റ് നമ്മുടെ മാതാപിതാക്കൾക്ക് ഞാൻ കണ്ടെടുത്തോളം മനസ്സിലാക്കിയത്, ഇന്നെല്ലാവരും തന്നെ പ്രാർത്ഥിക്കണം എന്നറിയോ? നമ്മുടെ പ്രാർത്ഥന വിഷയത്തിൽ നോക്കി അറിയാൻ പറ്റും. പരീക്ഷ ജയിക്കാൻ, വിദേശത്ത് പോകാൻ, PR കിട്ടാൻ, ഇന്റർവ്യൂ പാസ്സാകാൻ, കല്യാണം നടക്കാൻ, ഇതിനൊക്കെ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ മോണിക്ക പുണ്യവതിയുടെ പ്രാർത്ഥന അതിനൊന്നും ആയിരുന്നില്ല. എന്റെ മകന്റെയും ഭർത്താവിന്റെയും ആത്മാക്കൾ നശിച്ചു പോകാൻ പാടില്ല. ഞാൻ പറയുകയാണെങ്കിൽ, നമ്മുടെ മക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയുടെ ഒരു ലക്ഷ്യങ്ങളുണ്ടല്ലോ, പ്രാർത്ഥനയുടെ നിയോഗങ്ങള്, അതൊന്ന് മാറ്റിപ്പിടിക്കുന്നത് നല്ലതാ. നമ്മുടെ മക്കൾ നിത്യതയിലെത്തണം. നമ്മുടെ മക്കൾ ആത്മാക്കൾ നശിച്ചു പോകാൻ പാടില്ല. നമ്മുടെ മക്കൾ ദൈവത്തോട് ചേർന്ന് ജീവിക്കണം, മാനസാന്തരപ്പെടണം, കൃപയുള്ള മക്കളായി തീരണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. തിരിച്ചു വരണം കർത്താവേ. അങ്ങനെ വന്നാൽ നമ്മുടെ മക്കള് നന്നായിട്ട് പഠിക്കും, വിശുദ്ധ ജീവിക്കും, കൂട്ടുകെട്ട് വിടും, ലോകാരൂപി വിടും. അതുകൊണ്ട് കാര്യസാധ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനേക്കാളും ഉപരി, പ്രാർത്ഥിച്ചോ വേണ്ടെന്നല്ല, അതിനേക്കാളും ഉപരി മക്കളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത് ലഭിച്ചാൽ മക്കൾ ദൈവരാജ്യം അന്വേഷിക്കാൻ തുടങ്ങിയാൽ ബാക്കിയെല്ലാം അതോടൊപ്പം നൽകപ്പെടുമെന്നുള്ള നമ്മുടെ കർത്താവിന്റെ വാഗ്ദാനം പൂർത്തീകരിക്കപ്പെടും. അതുകൊണ്ട് മോണിക്ക പുണ്യവതിയുടെ മാതൃക സ്വീകരിക്കാൻ വേണ്ട അഭിഷേകം നമുക്ക് എല്ലാവർക്കും ലഭിക്കട്ടെ. അടുപ്പ് കൂടാതെ കൂടുതൽ തീഷ്ണതയോടെ, കൂടുതൽ ഉണർവോടെ, വലിയ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാൻ നമുക്കിടയാകട്ടെ. എഫെസസ് ലേഖനത്തില് 6-ാം അധ്യായത്തില് പൗലോസ് ശ്ലീഹ പറയുന്നുണ്ട്, ആത്മീയ സമരം 10-ാമത്തെ വചനം പറയാ, അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ, സാത്താന്റെ കുടിലതന്ത്രങ്ങളെ എതിർത്തു നിൽക്കാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. അതിനുശേഷം 18-ാമത്തെ വചനത്തിൽ പറയാണ്, നിരന്തരം പ്രാർത്ഥിക്കുവിൻ, നിരന്തരം അപേക്ഷകളോടും യാചനകളോടും കൂടെ എല്ലാ സമയവും ആത്മാവിൽ പ്രാർത്ഥനാ നിരതരായിരിക്കുവിൻ. നിരന്തരം പ്രാർത്ഥിക്കണം, മടുപ്പ് കൂടാതെ സ്ഥിരോത്സാഹത്തോടെ എല്ലാ ദിവസവും കർത്താവിന് മുമ്പില് പ്രാർത്ഥിച്ച് ദൈവബന്ധത്തിൽ ആഴപ്പെട്ട് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് സ്ഥിരോത്സാഹത്തോടെ നിൽക്കാൻ നമുക്കിടയാകട്ടെ. നാളെ നമ്മൾ മോണിക്ക പുണ്യവതിയുടെ തിരുനാൾ ആഘോഷിക്കുകയാണ്. തിരുനാൾ ദിനത്തില് അമ്മയുടെ മാധ്യസ്ഥം യാചിച്ചുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നാളെ പ്രാർത്ഥിക്കാം. ശേഷം നാളെ കഴിഞ്ഞ് ഈ മോണിക്ക പുണ്യവതിയുടെ മകന്റെ തിരുനാൾ, അഗസ്തീനോസ് പുണ്യവാളന്റെ തിരുനാൾ ആഘോഷിക്കാണ്. അന്ന് മുതൽ പ്രത്യേകിച്ചും നമ്മള് മോണിക്ക പുണ്യവതി നൊവേന മകന്റെ തിരുനാൾ ദിനത്തില് ആരംഭിക്കുകയാണ്. ഈ ദിനങ്ങളൊക്കെ ശക്തമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പിന്നീട് നമ്മുടെ കുടുംബങ്ങൾക്ക്, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് മുടങ്ങാതെ ഈ പ്രാർത്ഥന കൂട്ടായ്മ കർത്താവിന് മുമ്പിൽ ഒരുമിച്ച് നിൽക്കും, മുന്നോട്ട് പോകും. ഒരിക്കൽ കൂടി അച്ഛൻ പറയാണ്, നമ്മുടെ ശുശ്രൂഷ അനേകം മക്കൾക്ക് പങ്കുവെച്ചു കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അച്ഛനു വേണ്ടി പ്രാർത്ഥിക്കുക, ഈ കാർമൽ ധ്യാന കേന്ദ്രത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക, നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി പരസ്പരം പ്രാർത്ഥിക്കുക. നമ്മൾ ദൈവകൃപയിൽ ഐക്യപ്പെട്ടവരാണ്. കൃപയുടെ ഐക്യത്തിൽ നിന്ന് ദൈവത്തിന്റെ മുമ്പിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. മോണിക്ക പുണ്യവതിയുടെ മാതൃക കരസ്ഥമാക്കാനും സ്വീകരിക്കാനും നമുക്ക് ഇന്ന് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോ നമ്മുടെ കൂടെയുണ്ട്. മക്കളെ സന്തോഷത്തോടെ ആയിരിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
ഓ ദിവ്യകാരുണ്യ ഈശോയെ, അങ്ങേ തിരുമുമ്പിലേക്ക് ഞങ്ങളുടെ ഈ വലിയ കൂട്ടായ്മയെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ മോണിക്ക പുണ്യവതിയുടെ മധ്യസ്ഥതയിൽ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി അങ്ങാണല്ലോ ഞങ്ങളെ വിളിച്ചത്. ആ വിളി സ്വീകരിച്ചുകൊണ്ട് ഈ കൂട്ടായ്മയിൽ പങ്കുചേരുന്ന എല്ലാ മക്കളെയും ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഈ ശുശ്രൂഷ അനേകർക്ക് പങ്കുവച്ചു കൊടുത്ത് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇത് അനേകരിലേക്ക് എത്തിക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, ഇന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നത് വിശുദ്ധ മോണിക്ക പുണ്യവതിയുടെ ആ വലിയ മാതൃക, പ്രാർത്ഥനയിലുള്ള സ്ഥിരത, വിശ്വസ്തത, ആഴമേറിയ വിശ്വാസം, മടുപ്പ് കൂടാതെ നിരാശപ്പെടാതെ നീണ്ട വർഷങ്ങൾ കുടുംബത്തിനു വേണ്ടി, പ്രിയപ്പെട്ട മകനു വേണ്ടി, ജീവിത പങ്കാളിക്ക് വേണ്ടി അങ്ങയുടെ മുമ്പില് വിശ്വാസത്തോടെ പ്രത്യാശയോടെ പ്രാർത്ഥിച്ച ആ വലിയ കൃപ ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബങ്ങൾക്ക്, ഞങ്ങളുടെ മക്കൾക്ക്, പ്രിയപ്പെട്ടവർക്ക് നൽകണമേ. കർത്താവ്, ഈ പ്രാർത്ഥന തുടങ്ങിയിട്ട് ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോയ മക്കള്, ചില മക്കൾക്കേലും കിട്ടാതെ പോയതിന്റെ നൊമ്പരമുണ്ട്, പരാതിയുണ്ട്. കർത്താവ് എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. മോണിക്ക പുണ്യവതിയുടെ വലിയ മാതൃക ഞങ്ങളെല്ലാവരെയും ബലപ്പെടുത്തട്ടെ. സ്ഥിരോത്സാഹത്തോടെ നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു വലിയൊരു കൂട്ടായ്മ കർത്താവേ ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. പിശാച് അതുപോലെ നടക്കുമ്പോ അവനെതിരെ യുദ്ധം ചെയ്യുന്ന വലിയൊരു കൂട്ടായ്മ വേണമല്ലോ. കർത്താവേ, സ്വർഗത്തിന് വേണ്ടി, നിത്യതയ്ക്ക് വേണ്ടി, ആത്മാരക്ഷയ്ക്ക് വേണ്ടി, മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അത് സ്ഥിരോത്സാഹത്തോടെ പ്രാർത്ഥിക്കാൻ, പിശാചിനെ പിടിപ്പെട്ടുപോയ, അവന്റെ കെണിപ്പെട്ടുപോയ, അവന്റെ വലിയ കുരുങ്ങിപ്പോയ മക്കളെ പിടിവിച്ചെടുക്കാൻ കർത്താവേ വലിയൊരു അഭിഷേകം ഞങ്ങൾക്ക് നൽകണം. പിശാച് പിടിച്ചെടുത്തുകൊണ്ട് പോയ മകനെ വിടുവിച്ചെടുത്ത മോനിക്ക പുണ്യവതിയെ പോലെ, പിശാച് അടിമപ്പെടുത്തിയ ജീവിത പങ്കാളിയെ മോചിപ്പിച്ച മോണിക്ക പുണ്യവതിയെ പോലെ, അതിലൂടെ വിശുദ്ധിയായി മാറിയ മോണിക്ക പുണ്യവതിയെ പോലെ, അതുപോലെ ഇത്രമാത്രം അകന്നുപോയ മകനെ വിശുദ്ധനാക്കിയ മോണിക്ക പുണ്യവതിയുടെ പ്രാർത്ഥനയുടെ കരുത്തും അഭിഷേകവും വിശ്വാസവും കർത്താവ് ഞങ്ങളുടെ കൂട്ടായ്മയിലുള്ള എല്ലാ മക്കൾക്കും നൽകി അനുഗ്രഹിക്കണമേ. മടുപ്പ് കൂടാതെ പ്രാർത്ഥിക്കാൻ, നിരന്തരം പ്രാർത്ഥിക്കാൻ പ്രത്യേക അഭിഷേകം നൽകണമേ. കർത്താവേ, അത്ഭുതങ്ങളും അടയാളങ്ങളും പ്രവർത്തിച്ച് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് അങ്ങ് ഉത്തരം നൽകണമേ. ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങ് ഇടപെടണമേ, ഞങ്ങളുടെ മക്കളിൽ ഇടപെടണമേ. ഇരു വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. മോണിക്ക പുണ്യവതിയുടെ വലിയ മാതൃക സ്വീകരിക്കപ്പെടാൻ വേണ്ടി ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബങ്ങളെയും ജീവിതങ്ങളെയും ഈ കൂട്ടായ്മയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇവിടെ മക്കളെ, നാളെ മോണിക്ക പുണ്യവതിയുടെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുകയാണ്. പ്രാർത്ഥിച്ചൊരുങ്ങി മോണിക്ക പുണ്യവതിയുടെ ആ വലിയ മാതൃകയും ശക്തമായ വിശ്വാസത്തിന്റെ ദാർഢ്യതയും അതിലൂടെ നിറയപ്പെട്ട ചൊരിയപ്പെട്ട കൃപയും നമുക്ക് നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും അനുഗ്രഹമായിട്ട് മാറണം. ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് കർത്താവിന്റെ ആശീർവാദം സ്വീകരിക്കാം. നാളെ പ്രാർത്ഥിച്ചൊരുങ്ങി സാധിക്കുന്ന എല്ലാവരും വിശുദ്ധ കുർബാനയെ പങ്കെടുക്കുക. അതിനുശേഷം മോണിക്ക പുണ്യവതിയുടെ വലിയ തിരുനാളിന്റെ ആ അഭിഷേകം നമുക്ക് സ്വീകരിക്കാം. മോണിക്ക പുണ്യവതിയിൽ നിറഞ്ഞ കൃപകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുശേഷം നാളെ കഴിഞ്ഞ് നമ്മൾ നൊവേന ആരംഭിക്കുകയാണ്. അഗസ്തീനോസ് പുണ്യവാളിന്റെ തിരുനാൾ ദിനത്തോട് ചേർന്ന് മോണിക്ക നൊവേന നമ്മൾ ആരംഭിക്കും. പ്രത്യേകം പ്രാർത്ഥിക്കും. വലിയ അഭിഷേകവും കൃപകളുമാണ് കർത്താവ് നമുക്ക് ചൊരിയുന്ന ആശീർവാദത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. മക്കളെ, പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി സകലേശ ദിവ്യകടാക്ഷം തൂഗണമേ വത്സല സുതരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ, ചിന്തണമേ ദിവ്യവരങ്ങൾ, ചിന്തണമേ ദിവ്യ
വരങ്ങൾ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നല്ല ഈശോയെ, മോണിക്ക പുണ്യവതിയുടെ മാതൃക സ്വീകരിച്ച് നിരന്തരം പ്രാർത്ഥിക്കാൻ, വിശ്വസ്തയോടെ പ്രാർത്ഥിക്കാൻ അങ്ങയുടെ മക്കൾക്ക് എല്ലാവർക്കും കൃപ നൽകി അനുഗ്രഹിക്കണമേ. ഈ പോരാട്ടത്തിൽ തളർന്നു പോകാതെ യുദ്ധം മുന്നോട്ട് നയിക്കാൻ അഭിഷേകവും കൃപകളും സ്വർഗത്തിന്റെ ആയുധങ്ങളും വരദാനങ്ങളും ഒക്കെ ചൊരിഞ്ഞ് എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ആമേൻ.